ഹലോ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ലിനോവോ ലാപ്ടോപ്പ് 14 ഇഞ്ച് ഐഡിയ പാഡ് g-40. ഞാനത് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറ സൂം ചെയ്ത് കാണിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷനാണ്. വഴിയെ റിപ്പയർ ചെയ്യുമ്പോഴുള്ള കമൻറ്റ് അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇഞ്ചസ് കഴിക്കുമ്പോൾ കാണാൻ പറ്റും ഇഞ്ചസ് എങ്ങനെ റിപ്പയർ ചെയ്യുന്നു എന്നുള്ളതും. അതുമാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. റീഇൻസ്റ്റാളേഷൻ ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇഞ്ചസ് എങ്ങനെ റിപ്പയർ ചെയ്യാം ഒരു പരിധി വരെ, കൂടുതലായിട്ടൊന്നും കഴിയില്ല, ഒരു പരിധി വരെ എങ്ങനെ ചെയ്യാം അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത്. ലാസ്റ്റ് വരെ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നോക്കാം. ഓക്കെ, താങ്ക് യു. തിങ്ക്പാഡ് മോഡലിനൊക്കെ ഇങ്ങനെ പ്രശ്നമുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയ റിപ്പയർ ചെയ്യണം. നോക്കാം, ചെയ്യാൻ പറ്റും. നോക്കാം, അഴിച്ചു നോക്കാം. ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഉണ്ടോ നോക്കട്ടെ. എന്തായാലും നമുക്കത് ആദ്യം ബാറ്ററി അഴിക്കാം. കുറവൊക്കെ ഉള്ളിൽ കിടന്ന് കറങ്ങാം, ഊരുന്നില്ല. ഉള്ളിൽ ഡാമേജ് ആയി കാണും. ടൈറ്റാണ് ഭാഗം. ഈ ഭാഗം ഏതാണ്ട് അങ്ങനെ തന്നെ. പ്രത്യേകം തിരികെ ഇങ്ങനെ വലിച്ചു ഊരുക. പിന്നെ ചെയ്യേണ്ടത് ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്യുക. കാരണം ആദ്യം ഇഞ്ചിൻ്റെ പണിയാണ് ആദ്യം എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ഹാർഡ് ഡിസ്ക് തുടങ്ങി. ചെയ്ത് കൊടുക്കാം. പൊടിയതിലും ചിലപ്പോൾ ഫ്രണ്ട് പാനലിൽ ഊരിപ്പോരും. ഡാമേജ് ആക്കണ പോരാത്തത്. സൈഡിന് സംഭവം ഇത് വെക്കുമ്പോൾ ഒരു ലോക്കാണ് ഇവിടെ. കുഴപ്പമൊന്നുമില്ല, പോരുന്നൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഉറുമ്പിച്ച് സാധനങ്ങളൊക്കെ കിടക്കണേ കാണും. ഉറുമ്പിച്ച് കിടക്കേണ്ട ഉള്ളു. ഈ പ്ലാസ്റ്റിക് അത്ര ക്വാളിറ്റി ഉള്ളൂ. സംഭവം ഇത്തിരി മെഷീനാണ്. പക്ഷെ ഇതിൻ്റെ ബോഡി ഉണ്ടല്ലോ ഭയങ്കര ലോ ക്വാളിറ്റിയാണ്. ലിനോവോ മോഡൽ എല്ലാം അല്ല കേട്ടോ.
കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പൊട്ടുന്നേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല സ്ഥിതി. കുറച്ച് ടെസ്റ്റ് ഉണ്ട്. പിന്നീട് നോക്കാം. നമുക്ക് രണ്ട് സൈഡിൽ ഉള്ള ഇഞ്ചസ് പൊട്ടിക്കിടക്കണം. സ്ക്രീനിൻ്റെ പൊട്ടിക്കിടക്കുന്നത് അപ്പോൾ സ്ക്രീൻ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലോ ശരിക്കും ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഓൾറെഡി ക്ലോസ് ആയിരുന്നത് കൊണ്ട് കുറച്ചൊക്കെ അതിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. തുറന്നു കഴിഞ്ഞപ്പോൾ ഇതല്ല രണ്ട് സൈഡും പൊട്ടിക്കിട്ടും. അപ്പോൾ ഈ മോഡൽ G40 മോഡൽ ലിനോവോ G40 അല്ലെങ്കിൽ ഐഡിയ പാഡ് മോഡൽ പരമാവധി അവോയ്ഡ് ചെയ്ത് തിങ്ക് പാഡ് എടുക്കുക. തിങ്ക് പാഡ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്. കുറച്ച് എക്സ്പെൻസീവ് ഉണ്ടാവും, കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഐഡിയ പാഡ് മോഡൽ പരമാവധി അവോയ്ഡ് ചെയ്യണതാണ് നല്ലത്. ഈ തിങ്ക് പാഡ് മോഡലിന് സെൻറ്ററിൽ കീബോർഡ് സെൻറ്ററിൽ ഒരു റെഡ് ബട്ടൺ ഉണ്ടാവും. റെഡ് ഒക്കെ റൗണ്ട് ഒരു റെഡ് സംഭവം ഉണ്ടാവും. അതാണ് തിങ്ക് പാഡ് മോഡൽ. അത് എടുത്തു കഴിഞ്ഞാൽ നല്ല ലാപ്ടോപ്പാണ്. അതിൻ്റെ കോൺഫിഗറേഷൻ കൂടെ അത്യാവശ്യം നോക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന രണ്ട് പീസായിട്ട് കിടക്കുന്നുണ്ട്. കണ്ടില്ലേ? കുറച്ച് മുമ്പാണ് കണ്ട വീഡിയോ തന്നെ, ഇത് വേറെ ക്ലിപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഫെവിക്കോളിൻ്റെ മിക്സ് ചെയ്യുന്ന ഒരു ടൈപ്പ് പേസ്റ്റാണ്. അതിൻ്റെ ഇപ്പോൾ കാണിച്ചു തരാം. അത്
രണ്ടും തുല്യമായെടുത്ത് മിക്സ് നന്നായി ഒരു മിനിറ്റ് 1.5 മിനിറ്റോളം നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ കോട്ടിൻ്റെ ആ ഭാഗമൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം 5 മിനിറ്റോടെ അത്യാവശ്യം കോട്ടാവും. പക്ഷേ ഒരു ദിവസം മുഴുവൻ വെച്ച് കഴിഞ്ഞാലും നന്നായി സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ആഫ്റ്റർ റിപ്പയറിന് ശേഷം ഉള്ള കണ്ടീഷൻ. അപ്പോൾ റിപ്പയർ ചെയ്യുന്നതും കോട്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്യുന്ന ആഗ്രഹമല്ല, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നിർവാഹിച്ചാൽ അത് കിട്ടിയില്ല. അപ്പോൾ ഒരുപാട് സമയം എടുക്കുന്നൊരു സംഭവമാണ് അത്. അപ്പോൾ അത് കാണിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെയായിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ. ഇപ്പോൾ എന്തായാലും നമ്മൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു വ്യത്യാസം എന്തായാലും ക്ലോസിങ്ങിൻ്റെ ഇതുണ്ടല്ല, ആ ഒരു ഗ്യാപ്പുണ്ട്, ചെറുതായിട്ട് എന്തായാലും ഉണ്ടാവും. അത് ഒരുപാട് പൊളിഞ്ഞുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അത്യാവശ്യം ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ കഴിയും. എന്നാലും ക്ലോസ് ചെയ്യാനും തുറക്കാനും കുഴപ്പമില്ല, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടിരുന്നോളും. അപ്പോൾ ഇതാണ് വീഡിയോ. ഇത് വർക്ക് ഇതോടെ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.